എന്താണ് 10:19 പറയുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, നിങ്ങൾ വിചാരിക്കും ദൈവമക്കളെ എന്ന് വിളിക്കുന്ന നിങ്ങളെയും ദൈവദാസന്മാരെന്ന് വിളിക്കുന്ന പാസ്റ്റർമാരെ എന്നാ? അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ദൈവമക്കളാ, അല്ലേ? നിങ്ങൾ ദൈവമക്കളായിരിക്കും, ഞാൻ ദൈവമകനല്ലേ? അത് ഭയങ്കര കഷ്ടമായി പോലെ. അതുകൊണ്ട് ദൈവമക്കളെ, ഏത് സമയത്തും നിങ്ങൾ എത്ര ദൂരെ പോയവരായാലും, നിങ്ങൾക്ക് ഇന്ന് കർത്താവിന് ഒത്തിരി ദൂരെ പോയി ഞാൻ തോന്നുന്നുണ്ടെങ്കിലും, ഒരൊറ്റ തിരശീലയ്ക്കപ്പുറത്ത് കർത്താവ് നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട്. ആ തിരശീല നമ്മുടെ ഹൃദയത്തിലെ കളങ്കങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ ഈ തിരശീല എന്ന് പറയുന്നത് നമ്മുടെ ദുർമനസാക്ഷിയാണ്. ഇതവിടെ എന്താ പറഞ്ഞത്? ഈ ദുർമനസാക്ഷി നീങ്ങിയാൽ നമ്മൾ നേരെ പിതാവിന്റെ മടിയിലാണ് ഇരിക്കുന്നത്. വാഷ്ഡ് ആൻഡ് ക്ലീൻ. എന്താ ഈ ദുർമനസാക്ഷി? യൂദായ്ക്ക് പറ്റിയതാണ് ദുർമനസാക്ഷി. പത്രോസും യൂദായും ഞാൻ നോക്കിയിട്ട് ഒരേ തെറ്റാ ചെയ്തത്, അല്ലേ? പത്രോസിനെ പേടിച്ച ചെയ്ത, യൂദ സ്വാർത്ഥത കൊണ്ട് ചെയ്തത്. രണ്ടും പാപമാണ്. പക്ഷെ ചെയ്തത് ഒരു പ്രവൃത്തി തന്നെയായിരുന്നു. എന്തോ? യേശുവിനെ ഒറ്റിക്കൊടുക്കുക. ഒരാൾ നിഷേധത്തിലൂടെയും ഒരാൾ നിഷ്കാസനത്തിലൂടെയും ഒറ്റിക്കൊടുത്തു. പക്ഷെ യൂദായ്ക്ക് ഒരു ദുർമനസാക്ഷി ഉണ്ടായിരുന്നു. യൂദ ചിന്തിച്ചു, ഇനി എന്നോട് ആരും ക്ഷമിക്കാൻ പോകുന്നില്ല, ഞാൻ പോയി കട്ട്. യൂദ നേരെ പോയി കെട്ടിച്ചു തൂങ്ങി ചത്തു. ഹി വാസ് ഡ്രിവൺ അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. എന്നാൽ ദുർമനസാക്ഷി നീങ്ങിയാൽ നമ്മൾക്ക് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റ കരച്ചിൽ കരയാം. പത്രോസ് കരഞ്ഞ പോലെ, കർത്താവെ, ഞാൻ എന്ത് ചെയ്താലും നീ എന്നെ പിന്നെ സ്നേഹിക്കുന്നുണ്ട്, പിന്നെ ആ ഡോർ തുറന്നു കിടക്കുന്നത് കൊണ്ട്, എൻ്റെ അകൃത്യങ്ങളെയും പാപങ്ങളെയും നീ ഓർക്കാത്തത് കൊണ്ട്, എന്നോട് ക്ഷമിക്കാൻ നിന്റെ രക്തം ഇപ്പോഴും അവിടെ ഉള്ളത് കൊണ്ട്, നീ എന്നെ ഈ ലോകത്തിൽ ഏത് പിതാവ് അവൻ്റെ മകനെ സ്നേഹിക്കുന്നേക്കാളും, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നേക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഞാൻ നിനക്കെതിരെ ദോഷം ചെയ്തു കർത്താവെ എന്ന് പറഞ്ഞ് പോയി കെട്ടിപ്പിടിക്കാം, കരയാം, നിലവിളിക്കാം. കാരണം ദ ഡോർ ഈസ് ഓപ്പൺ ഫോർ എവ്രി വൺ ഹു പുട്ട്സ് ഹിസ് ട്രസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഓക്കെ ആണോ? യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ പ്യൂരിറ്റി ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് ദൈവം നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ ഹൃദയശുദ്ധി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവത്തെ കാണുന്നത്. ഇനി നമുക്ക് ആ കരുണ എങ്ങനെ വരുന്നത് നോക്കാം. ദൈവത്തിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ കരുണ